ഇതും പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച്. പ്രശ്നം എന്താ പറഞ്ഞത്? നമ്മൾ ടോപ്പിക്ക് പോയി ഓരോന്നിനും വരും മുട്ടായി കൊണ്ട്. നാളെ ഞാൻ കാണിച്ചു തരികയാണ്. പിടുത്തം സമ്മാനിക്കാം. മെയിൻ സംഭവം ഇപ്പോൾ ഒരു ഗിന്നസിൽ പരിപാടി നടത്തി എത്ര രൂപ 360 സാരി കൊടുത്തു. കുട്ടികൾ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് വരുമ്പം അവർക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു സ്പേസാണ് ഈ സ്റ്റേജ്. ഈ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ കൊടുക്കേണ്ട വെന്യൂ എത്രമാത്രം ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് സംഘാടകർ. അവർക്ക് കാണുന്നത് മിറർ മോഡാണ്. നമുക്ക് എന്താ ചെയ്യുക? ഇത് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി തിരിച്ചു വെക്കാം. ഈ വീഡിയോ വേണ്ട ഗൈസ്, ഇതൊന്നും ആരും ശരിയാവില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫുഡ്. അതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായോ? സംസം ബംബം സംസമാന്ന് തോന്നുന്നുണ്ട്. സംസം. ഞങ്ങൾ സംസം എന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘ ഫോണൊക്കെ പാടി പോലും കാണുന്നില്ല. നിങ്ങളെ പറയൂ. നിന്റെ ബ്യൂട്ടി കോണ്ടസ്റ്റ് ഒന്നും വേണം. ഫുഡ് എങ്ങനെ പൊളിയാണോ? സൂപ്പറാ. അതെ, എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ വ്ളോഗൊന്നും എടുത്ത് ശീലമല്ല, അതൊന്നും നല്ല അലമ്പായിരിക്കും. ക്യാമറയൊക്കെ മൂടി പോകുന്ന കൈ കൊണ്ട്. ശരി, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം റൂമിലെത്തി. ഇപ്പം സമയം എത്ര? ഇപ്പോൾ സമയം ചോദിക്കലാണ് നമ്മൾ പരിപാടി. 12 മണി. ഒരാൾ ഇപ്പം ഇരിക്കുക കേട്ടോ, ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. നാളെ രംഗപ്രവേശം ചെയ്യാന്ന് പറയുന്നത്. നാളെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, കേട്ടില്ലേ? അപ്പം അത് നാളത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്യണേ. നാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നാളെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നാളെ കുറച്ച് ഷൈനിങ് ഒക്കെ ആയിരിക്കും. നാളെ പറയാം. നാളെ ഇരിക്കാം പട്ടീഷ്. അപ്പം നാളെ നമുക്കത് കാണാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കലോത്സവം. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ജില്ലകളിലെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾക്ക് നമ്മുടെ കാലിക്കറ്റ് നടന്ന കലോത്സവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടി അല്ലേ? നേഹ എടുത്ത ഇത് നമ്മൾ അപ്പീൽ റിജക്റ്റഡ് ആക്കി. അവിടെ നിന്ന് നമ്മൾ ഹൈക്കോർട്ട് കൊടുത്തു, ഹൈക്കോർട്ടും റിജക്റ്റഡ് ആക്കി. അത് റിജക്റ്റഡ് ആക്കിക്കോട്ടെ, ഈസ് ഓക്കെ. റീസൺ ഈസ് വാട്ട് എവർ നമുക്കറിയട്ടെ. ജഡ്ജ്മെൻറ്റ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു കാര്യം പറയുന്നത്. കാണില്ല ഗൈസ്. കുഴപ്പമില്ല അല്ലേ? എടി ഇത് എന്താ പറയുക, തിരിച്ച് അവർക്ക് കാണുന്നത് മിറർ മോഡാണ്. നമുക്ക് എന്താ ചെയ്യുക? ഇത് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി തിരിച്ചു വെക്കാം. ഈ വീഡിയോ വേണ്ട ഗൈസ്, ഇതൊന്നും ആരും ശരിയാവില്ല. അപ്പോൾ നേരത്തെ വീഡിയോ നമുക്ക് കറക്റ്റ് എടുക്കാൻ അറിയാത്തതുകൊണ്ടും ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ടും പറ്റിപ്പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാർക്ക് ലിസ്റ്റ്, കാലിക്കറ്റ് ജില്ലാ കലോത്സവത്തിൻ്റെ മാർക്ക് ലിസ്റ്റ്. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അതിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന കോഡ് നമ്പറാണ് എൻ്റെ, നമ്മൾ കളിച്ച ഐറ്റം. അത് നിധിയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് കളിച്ച ഐറ്റം MT അല്ലേ? MTയുടെ കഥ. പിന്നെ മുകളിലേക്ക് അങ്ങ് ഓരോന്ന് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ ആയിരിക്കാം വന്നിരിക്കുന്നത്. നമ്മളതിലൊന്നും പറയുന്നില്ല. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം MT അല്ലേ? നന്നായി തന്നെ ചെയ്തു മക്കൾ. നമ്മളെ ഐറ്റത്തിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ പറയുന്നില്ല. ഇനി മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് പറയാൻ പോകുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മാർക്ക് ലിസ്റ്റ് കണ്ടു അല്ലേ? അപ്പോൾ ഈ മാർക്ക് ലിസ്റ്റിൽ ഞാൻ എൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ നോക്കി ലാസ്റ്റ് കോഡ് നമ്പറിന് ആദ്യത്തെ ജഡ്ജ് ഇട്ടിരിക്കുന്ന മാർക്ക് 92 ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്നു. പിന്നെ അതായത് ഫസ്റ്റ് കിട്ടിയ കോഡ് നമ്പറിന് ഇട്ടത് 91, തേർഡ് കിട്ടിയ കോഡ് നമ്പറിന് ഇട്ടിരിക്കുന്നത് 90. ഓക്കെ, അപ്പം ആ ജഡ്ജിൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ഞങ്ങൾ സെക്കൻഡ് കോഡ് നമ്പർ 23, തേർഡ് കോഡ് നമ്പർ 16 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ജഡ്ജി നമ്പർ 2, രണ്ടാമത്തെ ജഡ്ജിൻ്റെ മാർക്കിൽ നമുക്ക് 89, നമ്മുടെ മാർക്ക് 89. ഫസ്റ്റ് കിട്ടിയ കോഡ് നമ്പർ, അതായത് കോഡ് നമ്പർ 23ക്ക് 92. പിന്നെ തേർഡ് കിട്ടിയതിന് ഞങ്ങളെ സെയിം മാർക്ക് 89. ഓക്കെ, അപ്പം ഈ രണ്ട് ജഡ്ജസ്
അവരെ വ്യൂവിൽ ജെനുവിൻ എന്നുള്ള തോന്നലാണ്. നമുക്കും ക്ലാരിറ്റി അങ്ങനെ തന്നെ വരും. കാരണം വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഈ ജഡ്ജസ് അവരവരെ കാര്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ ജഡ്ജ് അത് എന്താണ് ചെയ്തതെന്നാണ് നമ്മുടെ ചോദ്യം. കാരണം മൂന്നാമത്തെ ജഡ്ജ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 84. ഒന്ന് ആലോചിക്കണം, 2 ജഡ്ജസ് 92ഉം 89 ഏകദേശം ടാലിയായി വരുന്ന സ്ഥാനത്ത് വേറൊരു ജഡ്ജ് ഇട്ടിരിക്കുന്നതാണ് 84 ഞങ്ങൾക്ക്. പക്ഷേ ഫസ്റ്റ് കിട്ടിയ ടീമിന് 90, തേർഡ് കിട്ടിയതിന് 88. ഒന്ന് ആലോചിക്കാം. അപ്പം ഞങ്ങൾ ഈ 84 മാർക്ക് എങ്ങനെ ഉൾക്കൊള്ളണം? അപ്പോൾ ഈ ജഡ്ജ് എന്ത് മൈൻഡിലാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തത്? കാരണം 2 ജഡ്ജസിൻ്റെ മൈൻഡിൽ ഫസ്റ്റിനും സെക്കൻഡിനുള്ള ക്വാളിറ്റിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളെ കോഡ് നമ്പർ 92ഉം 89. മനസ്സിലായോ? ഒന്നാം സ്ഥാനം കിട്ടിയ കോഡ് നമ്പറിനും അതുപോലെ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും 92, 91 മാറിയിട്ടു. പക്ഷേ ഞങ്ങൾക്കെങ്ങനെ മൂന്നാമത്തെ ജഡ്ജി 84? ഇത് ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നോ അതോ അവരുടെ വിവരമില്ലായ്മയായിരുന്നോ? ഇത് അല്ല, അതല്ല ചോദിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്കിത് വേറൊന്നുമല്ല. ഒന്ന്, ഞാൻ ജഡ്ജിന് വിവരം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല, അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ജഡ്ജി ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എങ്ങനെയാണ് 84 മാർക്ക് വരിക? അവർ മാർക്ക് ലിസ്റ്റ് ഇട്ട് വെച്ചതിൽ കോഡ് നമ്പർ 17-ന് 84, 15-ന് 84, 21-ന് 84, 20-ന് 84, 22-ന് 84, ഞങ്ങൾക്ക് 24-ന് 84. ഇത്രയും 84 ഇട്ട് വെച്ചിട്ടുണ്ട് അവർ. 84ൻ്റെ തൃശ്ശൂർ പൂരാണ് അവരുടെ മാർക്ക് ലിസ്റ്റ്. 84 പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 83, 82, 88 തേർഡ് കിട്ടിയവർക്ക് 88 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കിട്ടിയവർക്ക് 90. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന റിസൾട്ട് തന്നെയാണ്. പക്ഷേ അല്ല, ഇത് ഒരിക്കലും ഞങ്ങളെ താഴ്ത്താൻ വേണ്ടി പറഞ്ഞൊന്നും പറയുന്നില്ല. അവിടെ റിസൾട്ട് ഞങ്ങളും പ്രെഡിക്റ്റ്, അതായത് ഇപ്പം നമുക്ക് വന്നാലും അവർക്ക് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു നിന്നിരുന്നത്. കാരണം ഗംഭീരമായിരുന്നു MD, അതൊന്നും മോശം നമ്മൾ പറയില്ല, അടിപൊളിയായിരുന്നു ഐറ്റം. നമ്മൾ അവരെ ഇതാക്കി പറയുന്നില്ല, നമ്മൾ ഈ മാർക്ക് ലിസ്റ്റ് കാണിച്ചതാണ്. എങ്ങനെയാണ് ഈ 2 ജഡ്ജസിൻ്റെ മൈൻഡിൽ ഫസ്റ്റിനും സെക്കൻഡിനും സ്ഥാനമുള്ളത്, മറ്റേ ജഡ്ജിൻ്റെ മൈൻഡിൽ ഒന്നുമില്ലാതായിപ്പോയത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ ജഡ്ജിൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നുന്നു ആദ്യം കളിച്ച കോഡ് നമ്പറാണ് അല്ലേ സെക്കൻഡിൽ നിൽക്കുന്നത്. ഫസ്റ്റ് കളിച്ച കോഡ് നമ്പറാണ് സെക്കൻഡിൽ നിൽക്കുന്നത്. 86 മാർക്ക് അതിന് കൊടുത്തിട്ടുണ്ട്, കോഡ് നമ്പർ 12-ന്. പിന്നെ സെക്കൻഡ് അവരിട്ടിരിക്കുന്നത് ഫസ്റ്റ് അവരിട്ടിരിക്കുന്നത് ഇതിനാണ്, MDക്ക് 90. സെക്കൻഡ് അവരിട്ടിരിക്കുന്നത് 16, 88 മാർക്ക് അല്ലേ. ഇനി 87 എവിടെയും കാണുന്നില്ലല്ലോ, ഇല്ല. പിന്നെ ആദ്യം കളിച്ചതിന് 86, പിന്നെ 84 4-ാം സ്ഥാനം. എനിക്ക് 4-ാം സ്ഥാനമാണ് അല്ലേ അവരുടെ 4ആണോ? 90 ഉണ്ട്, 88 ഉണ്ട്, 86 ഉണ്ട്, 85 ഉണ്ട്. അപ്പം 5-ാം സ്ഥാനമാണ് അവർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ 84 മാർക്ക്. അപ്പം ആലോചിക്ക്, ഒന്നാമത്തെ ജഡ്ജും 2ാമത്തെ ജഡ്ജും ഫസ്റ്റും സെക്കൻഡും ഇട്ട സാധനത്തിന് അവരിട്ടിരിക്കുന്നത് 5-ാം സ്ഥാനത്ത്. പൊളി. ഇത് ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇത് മാർക്ക് ലിസ്റ്റ് ആയി കിട്ടിയിട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ഒരു കലോത്സവമാണ്, 3 ജഡ്ജസ് ഉണ്ട്. നമ്മളൊരിക്കലും പറയും അവർ കൂടി ഇരുന്ന് ആലോചിക്കരുത് എന്നൊക്കെ പറയും. അത് ഓക്കെ, അത് ഓരോ സ്ഥലത്തെ എന്താ പറയുക താല്പര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കൂടി ഇരുന്നാലും ഇനി കൂടി ഇരുന്നില്ലേലും എന്താ പറയുക എല്ലാവരും കുഴപ്പം പറയും. കൂടി ഇരുന്നാൽ പറയും കൂടി ഇരുന്നിട്ട് അവർ റിസൾട്ട് വേറെ ആൾക്ക് കൊടുത്തെന്ന് പറയും. മാറി ഇരുന്നാൽ പറയും ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് എല്ലാവർക്കും ബുദ്ധിയില്ല എന്ന് പറയും, അല്ലെങ്കിൽ നീ പ്രശ്നം ഉണ്ടെന്ന് പറയും. ഇതാരും കുറ്റം പറയുന്നതല്ല, മനസ്സിലായോ? ഇതൊരിക്കലും കാര്യം ഇതെങ്ങനെയാണ് ശരിയാവുന്നതെന്നാണ് ഞങ്ങളെ ചോദ്യം. ഇതാരെയും കുറ്റപ്പെടുന്നതല്ല, ഇങ്ങനെ ഒരു വാല്യുവേഷൻ എങ്ങനെയാണ് ശരിയാവുന്നത്? അതായത് 2 ജഡ്ജസ് ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്ന ഒരു ജഡ്ജ് 5-ാം സ്ഥാനം ഇട്ട് വെച്ചാൽ അത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ പോകുന്നത് വേറൊരു സ്ഥാനത്തിലേക്കാണ്. ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു കലയ്ക്ക് ജെനുവിനായിട്ടുള്ള റിസൾട്ട് വരുന്നത്? ഞങ്ങളത് മാത്രമല്ല, ഇങ്ങനെ ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഐറ്റത്തിൻ്റെയും സ്ഥിതികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതെങ്ങനെയാണ് അങ്ങനെ വരിക? അതിനെന്താണ് ഒരു ക്ലാരിറ്റി? അപ്പോൾ ഈ ജഡ്ജ്മെൻ്റ് എങ്ങനെ ക്ലിയർ ചെയ്ത് വാല്യൂ ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ് പറ്റുക? ഇത് പറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ല വിവരം വേണം, അല്ലെങ്കിൽ എവിടെയും ആരോടൊന്നും മേടിക്കാതെ സത്യസന്ധമായി വന്ന് ഞാൻ ചെയ്യുന്നത് ക്ലിയറാണ്, തോട്ട് ക്ലിയറാണ് എന്നുള്ളത് പറയണം അല്ലേ? ആ ഒരു മൈൻഡിലിരിക്കണം. സത്യം പറഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് പറയാൻ അറിയില്ല എന്താണെങ്കിലും. പക്ഷെ ഇങ്ങനെ അവരെ ശരിയായിരിക്കാം അവർ ചെയ്യുന്നത്, പക്ഷെ എന്നാലും അറിവില്ലായ്മയാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 2 ജഡ്ജസ് ഈ 84 ഇട്ടിട്ട് നമുക്ക് ഒരു ജഡ്ജാണ് 90 ഇട്ടെങ്കിൽ ഞങ്ങളിത് പറയില്ല. കാരണം എന്താ? അത് ആ 90 ഇട്ട ആളുടെ പ്രശ്നത്തെ ഞങ്ങൾ പറയുള്ളൂ. കാരണം എന്താ?
ആൾക്ക് എന്തോ വലിയതായി തോന്നിപ്പോയി എന്നേ പറയുള്ളൂ. പക്ഷേ ഇവിടെ 2 ജഡ്ജസ് നല്ലൊരു റിസൾട്ട് ഇട്ടിട്ട് മറ്റേ ആൾ 5ാം സ്ഥാനത്തിൽ കിട്ടപ്പം അത് കാണിക്കണം തോന്നി. അപ്പോൾ ഇതുപോലെ ആയിരിക്കില്ലേ പല നല്ല നല്ല ഐറ്റങ്ങൾക്കും പ്രശ്നം പറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ ഇതൊരു കാര്യം അല്ലേ. ഇനി പറയാനുള്ള കാര്യം നമ്മളെ വെന്യൂസ് അല്ലേ, വേദി. നമ്മൾ ഇപ്പം എല്ലാ ടീമും മത്സരിക്കുന്നത് എവിടെ എത്താൻ വേണ്ടിയിട്ടാണ്? സംസ്ഥാന തലത്തിലെത്താൻ വേണ്ടി അല്ലേ. സംസ്ഥാന തലത്തിൻ്റെ വെന്യൂവിൻ്റെ, അതായത് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ വരുന്ന വെന്യൂവിൻ്റെ ഒരു സ്പേസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. കാരണം അവർ ഇനാഗുറേഷൻസും നമ്മുടെ ഇനാഗുറൽ സെറമണിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഐറ്റത്തിൻ്റെ ഒക്കെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്തിട്ടാണ് അവർ ആ വെന്യൂവിനുള്ള സ്പേസ് ചെയ്യുന്നത്. പക്ഷെ അത്രയും വലിയ സ്പേസ് വരുമ്പം നമുക്കൊരു സ്റ്റേജിൽ നിറഞ്ഞ് കളിക്കണം എന്നുള്ള ഫീലോടൊക്കെ കൂടി നമ്മൾ ആ വെന്യൂ ആണല്ലോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്റ്റേജ് എത്താൻ വേണ്ടിയാണ് ഓരോ ടീമും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ ലെവൽ മുതൽ നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് നല്ല സ്പേസ് എടുത്ത് ചെയ്യും. ഇപ്പോൾ എല്ലാ സ്കൂളിലും അത്ര വലിയ എന്താ പറയുക സ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കൂടെ അവരെ ഗ്രൗണ്ട് സ്പേസിലേക്ക് ഇറക്കി നല്ല സ്പേഷ്യസ് ആയിട്ട് നിർത്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സബ് ജില്ല മുതലേ വേദികൾ എന്താ അവസ്ഥ? പട്ടിക്കൂട് അട്ടുകൂട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഏകദേശം ആ ഒരു ഷേപ്പിലാണ് നമ്മുടെ വെന്യൂ. അത് ഗ്രൂപ്പ് ഐറ്റങ്ങൾക്ക് എത്രത്തോളം സ്യൂട്ടബിളാണ്? ഈ പറയുന്ന സംഘാടകരും ഈ പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് ഫിനാൻഷ്യലി അത്രയും റിസ്ക് എടുത്ത് വരുന്ന ഐറ്റങ്ങളാണ് ഈ ഗ്രൂപ്പ് ഐറ്റങ്ങളെല്ലാം. ഒന്ന്, അപ്പോൾ ഈ കുട്ടികൾ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് വരുമ്പം അവർക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു സ്പേസാണ് ഈ സ്റ്റേജ്. ഈ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ കൊടുക്കേണ്ട വെന്യൂ എത്രമാത്രം ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് സംഘാടകരാണ്. അത് ഈ വട്ടം ഞാൻ തൃശ്ശൂർ സബ് ജില്ലയിൽ കണ്ടില്ല. പിന്നെ എവിടെ കാണാതിരുന്നത്? കോട്ടയം കണ്ടില്ല, കോഴിക്കോട് കണ്ടില്ല. കോഴിക്കോട് സബ് ജില്ല നന്നായിരുന്നു, സബ് ജില്ല അടിപൊളി സ്റ്റേജായിരുന്നു. ഒന്ന് ജില്ലയ്ക്കാണ് പ്രശ്നം പറ്റിയത്. പിന്നെ അവിടെ വേറെ വിഷയങ്ങളുണ്ടായിരുന്നു അല്ലേ. നമ്മൾ വെന്യൂ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തപ്പം നിങ്ങൾ മാറ്റി എൻ്റെ മെയിൻ വെന്യൂവിലേക്ക് ആക്കി. പക്ഷെ മെയിൻ വെന്യൂടെയും സ്ഥിതി അത് തന്നെ. കാരണം സ്പേസ് ഉണ്ട്, പക്ഷേ ഇവരെന്ത് ചെയ്തു? ഈ കട്ട് ഔട്ട് ബോർഡറും പിന്നെ ഈ സൈഡിൽ ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ട് എല്ലാവരെയും ഇരുത്താനൊക്കെ വെച്ചപ്പോഴേക്കും അങ്ങ് കൺജസ്റ്റഡ് ആയിപ്പോയി. അല്ലെങ്കിൽ ആ സ്റ്റേജ് സ്പേസാണ്. അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഡി ഡി പറഞ്ഞത്, എന്താ നിങ്ങൾ പോയിട്ട് അളന്ന് നോക്കുന്നത്? ഡി ഡി അല്ല, ഡി ഡിയുടെ കൂടെ നിൽക്കുന്ന ആരും നിങ്ങൾ അളന്നു. നിങ്ങൾക്കത് പൊളിച്ച് മാറ്റിയിട്ട് ബാക്കി ഫുള്ള് ചെയ്തൂടെ? ഇതാണല്ലോ ആൻസർ അല്ലേ. അത് വേറൊരു കഥ. ഇങ്ങനെ കുറേ ഇൻസിഡൻസ് അവിടെ ഉണ്ടായി. പക്ഷേ ഇതിപ്പോൾ ചോദിക്കുകയായിരിക്കും ഇതിനൊക്കെ തെളിവ് എവിടെയാണ്? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു വിചാരിച്ചുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് നിൽക്കലല്ല നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മളത് എടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ വെന്യൂ മെയിൻ ഇമ്പോർട്ടൻസ് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആലോചിക്കുക, ഇത്രയും ഫിനാൻഷ്യൽ മുടക്കി കുട്ടികൾ അവരുടെ ആരോഗ്യം മുടക്കി കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു സ്റ്റേജിലേക്ക് വരുമ്പം ആ സ്റ്റേജ് അത്രമാത്രം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് കർട്ടൺ മുതൽ ഫ്ലോർ വരെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയി 7 കുട്ടികൾക്ക് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം വെന്യൂ എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അത് നമ്മൾ ഈ വർഷം ചില സ്റ്റേജുകളിൽ കണ്ടിട്ടില്ല. ചിലയിടത്ത് അടിപൊളിയായിരുന്നു അല്ലേ. ചിലത് ഇപ്പം എറണാകുളം രസമായിരുന്നു. സബ് ജില്ലയാണെങ്കിലും ജില്ലയുടെ വെന്യൂ സ്റ്റണ്ണിങ്, രക്ഷയില്ല. എറണാകുളത്തെ അടിപൊളിയായിരുന്നു എറണാകുളം ജില്ല. പിന്നെ അതുപോലെ കോട്ടയം ജില്ല ഫ്ലോപ്പായിരുന്നു. സബ് ജില്ലയുടെ വെന്യൂവിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. കോട്ടയം പാലാ സബ് ജില്ലയായിരുന്നു നമ്മൾ അല്ലേ. അത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടു. ജില്ല ഫ്ലോപ്പായിരുന്നു. വെന്യൂ ഭയങ്കര നല്ലായിരുന്നു അന്ന് അല്ലേ. അതിന് ക്ലിപ്സ് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. സ്റ്റേജിൽ എന്താ പറയുക, ഒരു കുട്ടി തെന്നി വീണു ആദ്യം നാടോട് നിന്ന് നടക്കുമ്പം. എന്നിട്ട് അതിനെ പ്രശ്നമാക്കി, പിന്നെ സ്റ്റേജ് ബ്ലോക്ക് ചെയ്ത്, അങ്ങനെ ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു കോട്ടയത്ത്. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തു. ഈ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ കംപ്ലയിൻ്റ് അല്ല. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് വാക്കാലെയാണ്. അവിടെ ചെന്നിട്ട് നമുക്കിങ്ങനെ ഉണ്ട് പ്രശ്നം, അതൊന്ന് മാറ്റി കിട്ടണം എന്ന് പറയുമ്പോൾ നമ്മളോട് വാക്കാലെയാണ് പറയുന്നത്. നമ്മൾ അത് പരിഹരിക്കാൻ ശ്രമിക്കാം എന്നുള്ളത്. എന്നിട്ട് ലാസ്റ്റ് അവർ പരിഹരിക്കില്ല എന്ന് പറഞ്ഞു. അതേ സ്റ്റേജിൽ തന്നെ കളിക്കേണ്ട വന്നു. അവിടെ ഞാൻ തല്ലുണ്ടാക്കുന്ന എല്ലാവരും കണ്ടതുമാണ്. അത് വേറെ കഥ. ലാസ്റ്റ് അപ്പീൽ പോയപ്പം സ്റ്റേജിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞപ്പം അവരെന്താ പറഞ്ഞത്? അങ്ങനൊരു കംപ്ലയിൻറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ലല്ലോ. റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്താലല്ലേ അതിനവിടെ തെളിവ് വരും. നമുക്കൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ. അപ്പം അത് ശരിയല്ലായിരുന്നു. കോട്ടയം ജില്ല. പിന്നെ എവിടെയായിരുന്നു? നല്ല കാലിക്കറ്റ് പ്രശ്നമായിരുന്നു വെന്യൂ. സബ് ജില്ല അടിപൊളിയായിരുന്നു. ഈസ്റ്റ് അല്ലേ, ടൗൺ മെയിൻ സിറ്റി സബ് ജില്ലയുടെ വെന്യൂ അടിപൊളിയായിരുന്നു. പിന്നെ ആംഗ്ലോ ഇന്ത്യ ആയിരുന്നു തോന്നുന്നു അല്ലേ. ആംഗ്ലോയിലല്ലായിരുന്നു വെന്യൂ വന്ന ഗ്രൂപ്പൊക്കെ. അടിപൊളിയായിരുന്നു. അത് നല്ല വെന്യൂ ആയിരുന്നു സബ് ജില്ല. പക്ഷേ ജില്ല പോയി. പിന്നെ ഏതാ നമുക്കുണ്ടായിരുന്നത്? എറണാകുളം അടിപൊളിയായിരുന്നു. ട്രിവാൻഡ്രം പ്രശ്നമായിരുന്നു. തൃശ്ശൂർ പിന്നെ പറയണ്ട. സബ് ജില്ല അശോകായിരുന്നു സബ് ജില്ലയിലെ സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ജില്ല അടിപൊളിയായിരുന്നു.
അല്ലേ? അതെ, ജില്ല തൃശ്ശൂർ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ സ്റ്റേജ് ആയിരുന്നു. പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നു. സബ് ജില്ല പോരായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസും നമ്മളെ കുട്ടികളുടെ എക്സ്പീരിയൻസ്. കാരണം കളിക്കുന്ന കുട്ടികളുടെ കംഫർട്ട് സോണാണ് നമ്മൾ നോക്കുക. അവർ വന്നിട്ടുള്ള അവരെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും കൂടിയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഓക്കെ. ഇനി നമ്മൾ വരുന്നത് അപ്പീലിലേക്കാണ്. മെയിൻ സംഭവം ഇപ്പോൾ ഒരു ഗിന്നസിൽ പരിപാടി നടത്തി, എത്ര രൂപ 360 സാരി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദം പുറത്ത് കൊണ്ടുവന്നിട്ട് അതിനെ ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട് അല്ലേ മൊത്തത്തിൽ. അപ്പം ഞങ്ങളൊരു ചോദ്യം സിമ്പിളായിട്ട് അതിനെല്ലാവരും പറയുന്നുണ്ട്, 5000 രൂപ വെച്ചിട്ട് അപ്പീൽ കൊടുത്തിട്ട് ഈ 5000 എന്ന് പറയുന്നത് മേടിച്ച് വെച്ചു അവർ അല്ലേ. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് എന്താണെങ്കിലും 100 കൂടുതൽ അപ്പീൽ ഉണ്ടാവും അല്ലേ. സബ് എന്നാണെങ്കിലും ജില്ലയിൽ നിന്നാണെങ്കിലും ഉണ്ടാവും. ഈ 100 കൂടുതൽ അപ്പീൽ വാങ്ങി ഇവർ പരിഗണിക്കുന്നത് വെറും 18 എണ്ണോ 7 എണ്ണോ 6 എണ്ണോ ഇങ്ങനെ കുറഞ്ഞതേ ഉള്ളൂ. ഈ പരിഗണിക്കുന്നതിന് പൈസ അവർ റിട്ടേൺ കൊടുക്കുക, പരിഗണിക്കാത്തതിൻ്റെ പൈസ അവർ കൊടുക്കുന്നില്ല. ഇതിലെന്ത് ന്യായമാണ്? ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാധനം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ നടത്തിക്കഴിഞ്ഞ് നമുക്ക് ആ പൈസ വേണ്ട. കാരണം നമ്മൾ പണിയെടുത്തു, അത് നമുക്ക് റിസൾട്ട് കിട്ടി, കൂലി വേണ്ട, നമ്മൾ കൊടുത്ത കൂലി പൈസ പോയി. പക്ഷേ ആ സാധനം അവിടെ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് പൈസ റിട്ടേൺ അല്ലേ അല്ലേ. ഇപ്പം ഞാൻ അങ്ങനെയാണ് ഇതാക്കുന്നത്. ഇത് സംഭവം നമ്മൾ പൈസ കൊടുത്തു, നമ്മളെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. പക്ഷേ അപ്പീൽ റിജക്റ്റഡ് ആണെങ്കിൽ പൈസ റിട്ടേൺ ഇല്ല. പക്ഷേ അക്സെപ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. സത്യം പറഞ്ഞാൽ അക്സെപ്റ്റഡ് ആണെങ്കിൽ പൈസ തിരിച്ചു വേണ്ട, അതല്ലേ കറക്റ്റ്. അക്സെപ്റ്റഡ് അല്ലാത്തവർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കുക. കാരണം ആ പൈസൻ്റെ ആവശ്യം എന്താ അവിടെ? കാരണം അവരെ കാര്യം ഇതാക്കാൻ വേണ്ടി പൈസ തന്നു. സോ ആ പൈസ പിന്നെ ആവശ്യമില്ലല്ലോ നമുക്ക്, കാരണം അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം കാരണം അല്ല, അതിൽ വേറെ കഥയുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. പരിഗണിക്കുന്നത് കുറവാണല്ലോ, പരിഗണിക്കാത്തതാണല്ലോ കൂടുതൽ. അപ്പോൾ പൈസ കൂടുതൽ വരുന്നത് ഇങ്ങനെയാണോ ഇവർ നോക്കുന്നത്? അതൊക്കെ നമ്മുടെ സംശയമാണ്. അല്ലാതെ ഇതൊന്നും ഇതാന്ന് പറയുന്നത് നമ്മളൊരു സാധാ മനുഷ്യൻ്റെ സംശയമാണ്. 2000 ആയിരുന്നു, 500 തുടങ്ങിയ അപ്പീലുകളാണ് ഒരു കലോത്സവത്തിന്. ഇപ്പം അത് 5000-ലെത്തി നിൽക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി പൈസ തരാൻ ആൾക്കാരുണ്ട് അല്ലേ, കൊടുക്കാൻ ആൾക്കാർ. അപ്പോൾ അത് കൂട്ടുവാണ്. അതെന്താ, കലയോടുള്ളതും കുട്ടികൾ അവിടെ കളിച്ച് കാണുന്നതും പാരൻസിൻ്റെയും സ്കൂളിൻ്റെയും പഠിപ്പിക്കുന്ന മാഷന്മാരുടെയൊക്കെ ഒരു ഇഷ്ടം കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ അത് മുതലെടുക്കാതെ അത് ജെനുവിനായിട്ടൊരു തീരുമാനം എത്തിക്കാനാണ് ആരും നോക്കേണ്ടത്, ഇതിൻ്റെ സംഘാടകർ നോക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ ഒപ്പീനിയൻ 5000 രൂപ നിങ്ങൾ അപ്പീൽ കൊടുക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ കയ്യിൽ വെച്ചോ. പക്ഷേ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അപ്പീൽ പരിഗണിക്കാത്തവർക്ക് ആ പൈസേൻ്റെ ആവശ്യം എന്താ, അവർക്ക് തിരിച്ചു കൊടുക്കും. അതാണ് ഒരു ന്യായം തോന്നുന്നത്. അപ്പോൾ അത് കാണുന്നില്ല. അതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള. അല്ലെങ്കിൽ നിങ്ങൾ പൈസ കുറയ്ക്കണം. ഈ 5000 എന്നുള്ളത് 500 അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 5000 രൂപയും കാണിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്, അത് നിങ്ങൾ ചിന്തിക്കുക. ഈ പഠിക്കുന്നതിന് പൈസ അല്ലേ. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ എത്തിക്കഴിയുമ്പം സംസ്ഥാന തലത്ത് വരുന്ന അക്കോമഡേഷൻ ഇപ്പം എല്ലാവരും ഇപ്പോൾ കലോത്സവ സദ്യ കിടക്കുന്നിടത്ത് പോയിട്ട് കഴിക്കാൻ പറ്റില്ല. അവർക്ക് അല്ലാതെയുള്ള ഫുഡ്, പിന്നെ ട്രാവലിങ്, പിന്നെ പഠിപ്പിക്കുന്ന മാസ്റ്റർ ചിലവ്, പിന്നെ അല്ലാതെ തന്നെ കുട്ടികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ കുറേ എക്സ്പെൻസുകൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു അപ്പീൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 5000 അനുവദിച്ചാൽ ഓക്കെ, സന്തോഷം, അത് എടുത്തോട്ടെ. അതിനൊരു മര്യാദ ഉണ്ടെന്ന് വെക്കാം. ഇത് ഇല്ലെങ്കിൽ അതൊരു സുഖമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് തോന്നാത്തവരുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇടുക കേട്ടോ. ഇതിപ്പം നമ്മളെ മാത്രം വ്യൂ ആണെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. നിങ്ങൾ കമൻറ്റിൽ ഇട്ടോ നിങ്ങളെ കാര്യം എന്താണെന്നുള്ളത്, എല്ലാവരും കാണുമല്ലോ. ഓക്കെ, അപ്പം ഇതും നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് വെച്ചതാണ് ഈ അപ്പീൽ. അതെനിക്ക് ശരിയായെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യൂ, പൈസ നിങ്ങൾ വെച്ചോളൂ. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാത്ത അപ്പീലുകൾക്കുള്ളത് നിങ്ങൾ എന്ത് ചെയ്യൂ, തിരിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ വേറൊരു കാര്യം, എന്താണെങ്കിലും നമ്മളൊരു ഒപ്പീനിയനാണ്, അത് നടപ്പിലാക്കാൻ നമ്മൾ പറയുന്നില്ല. നമ്മളെ ചില ആഗ്രഹങ്ങൾ എന്ന് പറയാം. എങ്ങനെയാണെങ്കിലും 10-28 ഗ്രൂപ്പ് ഡാൻസും ഈ പറയുന്ന 10-28 ഭരതനാട്യവും കുച്ചിപ്പുടി മോഹിനിയാട്ടം കളിക്കാറുണ്ട്. ഡയറക്റ്റ് ഫസ്റ്റിനും സെക്കൻഡിനും CBSE തലത്തിലേക്ക് സ്റ്റേറ്റിലേക്ക് എൻട്രി വരുന്ന പോലെ സംസ്ഥാന തലത്തിലേക്കുള്ള എൻട്രി വരട്ടെ. ഏത് സ്റ്റേറ്റ് കലോത്സവത്തിന്. എന്നിട്ട് നിങ്ങൾ അപ്പീലേ വേണ്ടാന്ന് നോക്ക്. അപ്പീലും വേണ്ട. അതൊരു ഇപ്പം ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യം എന്താ? ഈ പ്രശ്നം ഉണ്ടാക്കുന്നതും ഈ അപ്പീൽ കൊടുക്കുന്നത്, ഇതിനൊക്കെ ആവശ്യം എന്താ? ഡയറക്റ്റ് ഒരു ഓർഡർ അങ്ങ് വരട്ടെ സ്ട്രിക്റ്റ് ആയിട്ട്. ഇപ്പം മന്ത്രി ഒരു ഓർഡർ ഇട്ടു, എന്ത്, കലോത്സവ സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ സ്കൂളിനെതിരെ നടപടിയെടുക്കും. അതുപോലെ ഓർഡർ വരട്ടെ. അപ്പീലും വേണ്ട, കോർട്ട് ഓർഡറും വേണ്ട. ഇനി കലോത്സവത്തിൽ അപ്പീലിനും കോടതി വിധിക്കും ചാൻസ് ഇല്ല. അതങ്ങ് എടുത്തു കളഞ്ഞു എന്നങ്ങ് പറയട്ടെ. കാരണം 5000 രൂപ നമുക്ക് ഇവിടെ കൊടുത്ത് റിജക്റ്റ് ഓർഡർ കൊടുത്തിട്ട് ആ 5000 അവിടെ അവരെടുത്ത് വെച്ചിട്ട് പിന്നെ ഈ റിജക്റ്റ് ഓർഡർ വാങ്ങിയിട്ട് 10-30,000 കൊടുത്തിട്ടാണ് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകുന്നത്.
അല്ലേ? അപ്പോഴും നമ്മൾ വിഷമം ആലോചിക്കണം. അഡ്വക്കേറ്റ് നിസ്സഹായന, ജഡ്ജി അലൗഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അവർക്ക് അവരെ ഫീസ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതും ഇതുപോലെ കേസ് നടന്നാലും ഇല്ലേലും ആ പൈസ നമ്മൾ കൊടുക്കണം. അതും നഷ്ടമല്ലേ എന്നാണ് ആലോചിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ഓർഡർ, അപ്പം പിന്നെ കോടതി പറയുന്നൊരു കാര്യമുണ്ട്, എന്താ, ഞങ്ങൾക്ക് തള്ളിയതാണ് അല്ലേ, നമ്മുടെ തള്ളിയത് അതും പറഞ്ഞിട്ടാണ് ഹൈക്കോടതി നമ്മളെ തള്ളിയത്. അങ്ങനെയാണ് അത് അവർ പറഞ്ഞ റീസൺ. കലോത്സവത്തിൻ്റെ കാര്യങ്ങൾ, അതായത് കലയുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റി വേറെയുണ്ട്. അതിരിക്കുമ്പോൾ ഞങ്ങൾക്കിത് നോക്കേണ്ട കാര്യം ഇല്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മളെ ഒരു കേസ് റിജക്റ്റ് ചെയ്തത്. അപ്പം അതങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പം ഇനി എന്തിനാ ഇങ്ങനൊരു വിധി? അപ്പം വേണ്ടെന്ന് വെച്ചാൽ പോരാ, അപ്പീലും വേണ്ട കോടതിയും വേണ്ട, സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങ് ഓർഡർ ചെയ്യുക. ആ രണ്ട് സാധനങ്ങളങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സത്യസന്ധമായ കാര്യമല്ലേ ഞാൻ പറയുന്നത്. ഫസ്റ്റിനും സെക്കൻഡിനും നേരിട്ട് എൻട്രി കൊടുക്കും. ഇല്ലെങ്കിൽ ഈ അപ്പീലും കോടതിയും വേണ്ട, നിങ്ങൾ ഫസ്റ്റിന് മാത്രം എൻട്രി കൊടുക്കൂ. അപ്പോൾ ആരും തല്ലുണ്ടാക്കാനും വരില്ല, ചോദ്യം ചെയ്യാനും വരില്ല. അപ്പോൾ അവരവരെ പൈസകൾക്കും അവരവരെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആരും വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ധാരണ ചെയ്തിട്ടാണെങ്കിൽ സന്തോഷം, ആർക്കും ഒരു നഷ്ടം വരാത്ത രീതിയിൽ നടക്കും. പിന്നെന്താ, പിന്നെ എല്ലാവരും പറയട്ടോ. പിന്നെ വേറൊരു കാര്യം, നമുക്കൊരു ജെന്യുവനായിട്ടൊരു കാര്യം കൂടെ പറയാം. സത്യം പറഞ്ഞാൽ ഈ സമ്മാനം പിടിക്കുക എന്ന് പറയുന്നത്, ഇതിനൊരു ഒരു 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 കഥ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. നേഹ എൻ്റെ ഓപ്പോണൻ്റാണ്, വേറെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. നേഹ, നമ്മൾ തമ്മിൽ കണക്ഷൻ ഇല്ല, നമ്മൾ തമ്മിൽ രണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ എ എന്ന് പറയുന്ന സ്കൂളും നേഹ ബി എന്ന് പറയുന്ന സ്കൂളും. ഇവൻ മീഡിയേറ്ററാണ്, മനസ്സിലായില്ലേ? മീഡിയേറ്റർ. ഇവൻ എ എന്ന് പറയുന്ന എന്നെ വിളിച്ചിട്ട് പറയുന്നു, ബി 1 ലക്ഷം കൊടുത്ത് സമ്മാനം പിടിക്കാൻ റെഡിയാണ്, പ്രമോദ് എ പിടിക്കാതിരുന്നാൽ ബി റിസൾട്ടും കൊണ്ട് പോകും, സോ എന്താ നോക്കുന്നോ? അപ്പോൾ ഇവിടെ ടെൻഷനായി. ബി കൊണ്ടുപോകും, ഇതെന്താവും അവസ്ഥ, എൻ്റെ കുട്ടികൾ കളിക്കില്ലേ, അപ്പം എന്ത് ചെയ്യും, എനിക്ക് കിട്ടും. അപ്പം ഞാൻ ചോദിക്കും, അപ്പോൾ പറയും ആ പ്രമോദിന് എ എന്ന് ആദ്യം തരാം, എന്നിട്ട് നീ ബീൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും അത് എ കൊണ്ടുപോയി കേട്ടോ എന്ന് പറയും. ഇനി വേറൊരു കഥ, ഈ എയും അറിയുന്നുണ്ടാവില്ല ഇത്, ബിയും അറിയുന്നുണ്ടാവില്ല ഇത്. ഇടയ്ക്ക് നിൽക്കുന്ന ആൾ ചിലപ്പോൾ പറയുന്നതായിരിക്കും എന്ത്, അവർ പിടിച്ചു, ഇവർ പിടിച്ചു, അവർ 1 ലക്ഷം കൊടുത്തു, ഇവർ 1 ലക്ഷം കൊടുത്തു. ഇതും പേടിച്ച് നമ്മളെന്ത് ചെയ്യും, ദൈവമേ നമുക്ക് എന്തെങ്കിലും വേണം എന്നും പറഞ്ഞു പോകും. ഇതൊക്കെയാണ് ഈ പിടുത്തം എന്ന് പറയുന്നത്. എന്നിട്ടെന്താ, സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പറയാം അത് പിടിച്ചിട്ടാ, അത് കൊണ്ടുപോയിട്ടാ എന്ന് പറയും. കളിച്ച് കിട്ടുന്ന റിസൾട്ടായിരിക്കും മേ ബി, പക്ഷെ അതങ്ങനെ പറയും. പക്ഷെ ഇങ്ങനെ പിടിക്കുന്നതും ഉണ്ടാവും, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരാൾ മുട്ടായി കൊണ്ട് വരും, ഇതൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുന്നതായിരിക്കും. സ്പെഷ്യൽ മുട്ടായി പോയി, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ, അപ്പം ഇതും പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച്. പ്രശ്നം എന്താ പറഞ്ഞത്, നമ്മൾ ടോപ്പിക്ക് പോയി. വരും മുട്ടായി കൊണ്ട്, നാളെ ഞാൻ കാണിച്ചു തരികയാണ്, പിടുത്തം സമ്മാനപ്പെടുത്തം. അപ്പോൾ അതാണ്, അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. തെറ്റിദ്ധരിപ്പിച്ച് റിസൾട്ട് എടുക്കാൻ ശ്രമിക്കുന്നതും കുറേ ആൾക്കാരുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് മാഷ്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ഈ കാര്യത്തിൽ വെക്കില്ല. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യം സോൾവ് ആവും. പൈസ കിട്ടണമെങ്കിൽ കിട്ടും, ചിലപ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ കിട്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മുതിരാതിരുന്നാൽ പോരെ, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ വേറെ കഥ. അങ്ങനെ പിന്നെ നമ്മളെ ദയവ് ചെയ്തിട്ട് വിളിക്കുന്ന സ്കൂളുകൾ അല്ലേ, മത്സരിക്കാൻ വിളിക്കുന്ന സ്കൂളുകൾ, അവരോടുള്ളൊരു അഭ്യർത്ഥന, ദയവ് ചെയ്ത് നിങ്ങൾ ഏതൊരു അധ്യാപകനാണ് വിളിക്കുന്നത്, നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ഞങ്ങളെ മക്കൾക്ക് കഴിവുണ്ട്, നല്ലൊരു ഐറ്റം പഠിപ്പിക്കണം. അതാണ് ഒരു നീറ്റ്നെസ്. അല്ലാതെ ഞങ്ങളെ മക്കൾ എന്താണെങ്കിലും റിസൾട്ട് വരണം, സമ്മാനം വരണം, ഞങ്ങളെ കുട്ടിക്ക് സമ്മാനം കിട്ടണം, ഇങ്ങനെയൊക്കെ ഒരു ടാർഗറ്റ് നിങ്ങൾ ഒരു മാഷിനും അല്ലെങ്കിൽ ഒരു ഇതിനും കൊടുക്കുമ്പോഴാണ് ഈ വേണ്ടാത്ത തലത്തിലേക്കൊക്കെ ചിന്ത പോവുക. ടെൻഷൻ അടിച്ചിട്ട് കുട്ടികൾക്ക് വരെ ദയവ് ചെയ്ത് അങ്ങനെ പറയാം. ദയവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് എന്തിനതിൻ്റെ ആവശ്യം, മത്സരിക്കട്ടെ, അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്താൻ പറയാം നിങ്ങൾ വിളിക്കുന്ന ആളോട്. അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനം നിങ്ങൾക്ക് കൊടുക്കാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുക, അത് മതി. അല്ലാതെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ആരെയും എന്താ പറയുക ടാർഗറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ ഒന്ന് ഡോൺ ബോസ്കോ മണ്ണൂത്തി തൃശ്ശൂർ, സെക്രട്ടേറിയറ്റ് ഭരണങ്ങാനം അല്ലേ, പിന്നെ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ, പിന്നെ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ, പിന്നെ ആലപ്പുഴ ചേർത്തല ഗേൾസ് ഹയർ സെക്കൻഡറി, പിന്നെ കുറവിലങ്ങാട് ഡീപ്പ് ബോർഡർ, പിന്നെ നമ്മൾ ഈ വർഷം എടുത്ത് എവിടെയാണ്, പിന്നെ CBSE ഒക്കെ വേറെ ഉണ്ട്. സ്റ്റേറ്റ് ഇത്രയല്ലേ ഉള്ളൂ, അതെ, പക്ഷെ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ സർവജന വയനാട് സ്കൂള് ഞങ്ങൾ പഠിപ്പിച്ചു വന്ന ഓരോ സ്കൂളുണ്ട്. അപ്പം സത്യം പറയട്ടെ, എന്നോട് ഒരു സ്കൂളിലെ മെയിൻ അധ്യാപകൻ സമ്മാനം കൊണ്ടു തരണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. ഓക്കെ, ഇത്രയും സ്കൂൾ
എന്നോട് പറയാറില്ല. കാരണം അവരെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഐറ്റം പ്രസൻറ്റ് ചെയ്യണമെന്ന് മാത്രം എന്നോട് പറയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫ്രീയാണ്, നമ്മളും ഫ്രീയാണ്, നമ്മുടെ ടീച്ചേഴ്സും ഫ്രീയാണ്, നമ്മളെ കുട്ടികളും ഫ്രീയാണ്. പക്ഷെ അതുപോലെ ആവുന്നില്ല പലരും എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ചില സ്കൂളിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പഠിപ്പിച്ചത് തന്നെ, മനസ്സിലായോ? അപ്പം ചില നമ്മളെ സമ്മാനത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക, നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ പറഞ്ഞ സ്കൂളുകൾ ഇതുവരെ നമ്മളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, വളരെ കോപ്പറേറ്റീവായിട്ട് നിൽക്കുന്ന സ്കൂളുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമ്മാനത്തിന് വേണ്ടി ആരും എന്ത് ചെയ്യരുത്, ഇറിറ്റേറ്റ് ചെയ്ത്. അതൊരു കലാകാരനെ സംബന്ധിച്ച്, അത് ഞാൻ മാത്രമല്ല ഏതൊരു കലാകാരനാണെങ്കിലും പഠിപ്പിക്കാമെന്ന് അവർക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കലയോട് സ്നേഹിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ സമ്മാനത്തിന് വേണ്ടിയുള്ള എന്താ പറയുക പഠിപ്പിക്കലായിരിക്കും. ഓക്കെ, പിന്നെ എന്ത് കാണിച്ചാലും റിസൾട്ട് വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ കുറേ മാഷ്മാരുണ്ട്. അവർ ദയവേത് ശ്രദ്ധിക്കുക, നിങ്ങൾ റിസൾട്ട് എടുത്തോ കുഴപ്പമില്ല, നിങ്ങൾ പിടിച്ചിട്ടോ പിടിക്കാതെ എടുത്തോ, പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളൊരു സാധനം നിങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ റിസൾട്ട് കൊണ്ടുപോകും. ഇപ്പം സാധാരണക്കാർക്ക് വരെ ഒരു നല്ലത് എന്താ ചീത്ത എന്താ തിരിച്ചറിയാൻ പറ്റുന്ന കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ടപ്പെന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ട് ഇതിന് ഒരു റിസൾട്ടും കിട്ടില്ല എന്ന് വില എഴുതിയിട്ട് അതവിടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ണെഴുതി പോവുകയാണ്. കണ്ണെഴുതിയല്ല, സോറി, കണ്ണ് തള്ളി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമ്മാനം പിടിക്കുന്നവരൊക്കെ പിടിച്ച് നല്ലോണം കൊണ്ടുപോകും. നിങ്ങൾ എന്താ വെച്ചാൽ കാണിക്കും. പക്ഷെ ഒറ്റ കാര്യം, ആ സാധനത്തിന് അതിനുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾ പ്രസൻറ്റ് ചെയ്യും എല്ലാം. അപ്പോൾ നമ്മളത് അക്സെപ്റ്റഡാണ്, നമുക്കൊന്നും പറയാനില്ല. കിട്ടിയാലും അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തെന്നേ പറയാൻ പറ്റുള്ളൂ. അത് പിടിക്കാനും ഈ ഇങ്ങനെയുള്ളത് ഇങ്ങനെ കൊണ്ട് നടക്കുന്നവർക്കുള്ള ഒരു മെസ്സേജ്. പിന്നെന്താ വേറെ നീ കലോത്സവത്തിന് പറയാനുണ്ടോ? നമുക്ക് നമ്മളെ ഇൻസിഡൻസിൽ നമ്മുടെ സ്കൂളിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ അല്ലേ. നമ്മളെ സ്കൂളെല്ലാം അടിപൊളിയാണ് കേട്ടോ. നമുക്കിപ്പം അപ്പീൽ കിട്ടിയില്ല എന്നും കോടതി വിധി കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാനും നമ്മുടെ അടുത്ത് വന്നിട്ടില്ല, ഒരു ഇതിനും വന്നിട്ടില്ല. കാരണം അത് മനസ്സിലാക്കി നിൽക്കുന്ന സ്കൂൾ ആയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞു, ഡോൺ ബോസ്കോ, ഈ പറയുന്ന നമ്മളെ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ, പിന്നെ ഈസ്റ്റ് ഹില്ല്, കാലിക്കറ്റ്. കാലിക്കറ്റിൻ്റെ ഒക്കെ അവസ്ഥ ഞാൻ ആ മാർക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് വരെ നിങ്ങൾ തീരുമാനിക്കും. പിന്നെ ഭരണങ്ങാനം, ഇവരൊന്നും അത്ര കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂളുകൾ. അവരോടൊന്നും ഒരിക്കലും നമ്മൾ, കാരണം അവരൊക്കെ എന്താ അവരോടൊന്നും പറയേണ്ടതെന്ന് അറിയില്ല പ്രിൻസിപ്പൽസിനോടും. കാരണം അവരൊക്കെ ഒരു ആർട്ട് എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്നവരാണ്. അത് ഞാൻ അവരെ എന്താ പറയുക തന്നിട്ടില്ല. സത്യം, നമ്മളെ കാര്യങ്ങൾ ഇപ്പം നിൽക്കുന്നത്, നമുക്കിപ്പോൾ ഈ സ്റ്റേറ്റിൽ നമ്മൾ വന്നിട്ട് നമുക്ക് 5 ഐറ്റം അല്ലേ, 4-5 ഐറ്റം നമ്മൾ ഈ വർഷം എടുത്തിട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കൂടി നമുക്ക് 2 ഐറ്റം സ്റ്റേറ്റിലെത്താൻ പറ്റിയപ്പോൾ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ഒരു സ്കൂൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനും, നമ്മൾ ആ ഈസ്റ്റ് ഹില്ല്, കാലിക്കറ്റ് അല്ലേ, സബ് ജില്ലയിൽ പോയതിൻ്റെ വോയിസ് റെക്കോർഡ് വരെ നമ്മളെ കയ്യിലുണ്ട്. സബ് ജില്ല റിസൾട്ട് തെറ്റി അനൗൺസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അവിടെ പോയി, എന്നിട്ട് ആ സ്കൂള് വീണ്ടും അപ്പീൽ കൊടുത്തിട്ട് ജില്ലയിൽ വന്നപ്പം വീണ്ടും പോയി. അപ്പോൾ അത് മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോൾ അതിലും അവസ്ഥ മനസ്സിലായോ. അപ്പം അവർക്കൊക്കെ പക്ഷേ എന്നിട്ട് വരെ അതൊരു ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൾ ആണെങ്കിലും ഇവൻ പാരൻസ് ആണെങ്കിലും ഇവരൊന്നും ആലോചിക്കുക, സ്റ്റേറ്റ് കിട്ടുമെന്നും പറഞ്ഞ് ഹൈക്കോർട്ട് വിധി കിട്ടുമെന്നും പറഞ്ഞ് നമ്മുടെ കുട്ടികൾ ഇവിടെ സ്റ്റേറ്റിലെത്തി ഹയർ സെക്കൻഡറി. അപ്പോൾ അവരുടെയൊക്കെ വിഷമം. പക്ഷെ എന്നാൽ പോലും അവർ നമ്മളെ കൊണ്ട് ഇങ്ങനെയാണ് ഇതാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് കാരണം അത്ര ഇഷ്ടം സ്നേഹമുണ്ട് അവർക്ക്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. വേറെ തന്നെ ഒരു കണക്ഷനാണ്. പഠിക്കുന്ന ഏത് സ്കൂളിലാണെങ്കിലും അവർക്ക് നമ്മളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം നമ്മൾ ആരെയും ഒന്നും പറയാനും നമ്മൾ ആരുടെ അടുത്തൊന്നും നിൽക്കാനും നിൽക്കുന്നില്ല. അതിനെല്ലാം നമ്മുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ സ്കൂളുകാർ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് അങ്ങനെ നമുക്ക് അങ്ങോട്ടും അങ്ങനെ നിൽക്കാൻ തോന്നുന്നത്. ഞാൻ അങ്ങനെയാട്ടോ, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് നിന്നാലേ ഞാൻ അതുപോലെ എനിക്ക് അങ്ങോട്ട് നിൽക്കാൻ അറിയുള്ളൂ. സത്യസന്ധത ഓവർ ചമഞ്ഞ് നിൽക്കാൻ എനിക്ക് അറിയില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു അതുപോലെ ഞാൻ അങ്ങോട്ട് നിൽക്കും. അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്ന സ്കൂൾസ് എല്ലാം നിൽക്കുന്നത്, നല്ല ടേംസ് തന്നെയാണ്. അങ്ങനെ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഇതിനെപ്പറ്റിയാണ് നമുക്കിപ്പം പറയാനുള്ളത്. അപ്പം പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്പീലിൻ്റെ കാര്യം, ഒന്ന് മാർക്ക് ഇടുന്ന ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം, പിന്നെ സ്റ്റേജിൻ്റെ സ്പേസിൻ്റെ കാര്യം, ഇതൊക്കെ നോക്കണം എല്ലാവരും. അപ്പോൾ എന്താണെങ്കിലും നമ്മളെ ഇന്നിപ്പം ഡേറ്റ് 6-ാം തീയതി നമ്മൾ പ്രാക്ടീസ് 6 ഈ വീഡിയോ എടുക്കുമ്പോൾ 6 അത് ഞങ്ങൾക്കൊരു വിഷമമുള്ള കാര്യമാണ്. അതും നമ്മൾ ഈ കലോത്സവ സംഘാടകരോട് ഞാൻ പറയുകയാണ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സംസ്ഥാന തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ച ആൾക്ക് കാണാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ ആ കംപ്ലീറ്റ് ടൈം നിൽക്കുന്നത് നമ്മൾ പുറകിലായിരിക്കും കുട്ടികളുടെ കൂടെ. എന്നിട്ട് ഈ സാധനം ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വരുമ്പോഴേക്കും ഓഡിയൻസ് എല്ലാം കയറി നിന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിലൊരു സ്പേസ് അങ്ങനെയുള്ള ടീംസിന് മാത്രം, അതായത് കയറി
അതായത് കളിക്കാൻ പോകുന്ന ടീംസിൻ്റെ ആൾക്കാർക്ക് നിൽക്കാനൊരു ഏരിയ, അത് കഴിഞ്ഞ് ആ ടീം മാറുമ്പോൾ അടുത്ത ടീം കയറുമ്പോൾ അങ്ങനെ ഒരു ഏരിയ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ സംസ്ഥാന തലത്തിൽ ലോകത്തുള്ള എല്ലാവരും വരില്ല, പല ഡിസ്ട്രിക്റ്റും. ആ കുറച്ച് ഇമ്പോർട്ടൻസ് ആയി പഠിപ്പിക്കുന്ന ആൾക്കാരും അവരുടെ പേരൻസിന് എസ്കോർട്ടിങ് വരുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. അവർക്കൊരു ഏരിയ ആ കാണാൻ വേണ്ടി അവരവരുടെ ഐറ്റം കാണാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം. അതെ, അയ്യോ ഞങ്ങൾ ആ സൗണ്ട് സിസ്റ്റത്തിന്റെ പുറകിലൊക്കെ. അതെ, അതൊക്കെ നമുക്ക് വിഷമം തോന്നിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു കലോത്സവ ധാരണകളാണ്. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മളെ ഭാഗങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് പലർക്കും പറയണ്ടാവും, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ കമൻറ്റ് ഇട്ടോ. ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങളെ തെറ്റാന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലിയർ ചെയ്യും. കാരണം നമുക്കുണ്ടായ ഈ വർഷത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മളത് ക്ലാരിറ്റി ചെയ്യും. ഓക്കെ, ഭൂതന കോസ്റ്റ്യൂം വന്നപ്പോൾ വേഴാമ്പലുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്നും പറഞ്ഞിട്ട് ഒരിതുണ്ടായിരുന്നു. അതതിലും വലിയ കഥ ഞങ്ങൾക്ക് മനസ്സിലായില്ല. നമുക്ക് മനസ്സിലായില്ല നമ്മളതെന്താ നമുക്ക് കാണിച്ചെന്നുള്ള. പൂതന രാക്ഷസിയാണ്, തീ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ നമ്മൾ കൊടുത്തു, ആ ഒരു ഫെററിൻ്റെ ടച്ചപ്പ് കൊടുത്തു. പിന്നെ ഒരു കാര്യം, നമ്മളെ പക്ഷിയാവാൻ വേണ്ടി തൂവലല്ല വെച്ചത്, ഫെറർ എന്ന് പറയുന്ന വേറൊരു മെറ്റീരിയലാണ് നമ്മളതിൽ വെച്ചത്. തൂവലാണ് അവിടെ വെച്ചെങ്കിൽ നോക്കാം, നമ്മൾ പക്ഷീനെയാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ തൂവലല്ല വെച്ചത്. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. വേഴാമ്പലിൻ്റെ നമ്മൾ കൂപ്പടിച്ചു. പക്ഷെ ഇത് വേറെ കാര്യം കേട്ടോ, ഇത് വേഴാമ്പല് ചെയ്ത ടീമാണ് പറഞ്ഞ് നടന്നതെന്നല്ല നമ്മൾ പറയുന്നത്, മൊത്തത്തിൽ പറഞ്ഞ് നടക്കുന്നവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. മാറ്റം വരണം. കാരണം ഒന്നും കണ്ടിട്ടല്ല ഒന്നും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം സബ് ജില്ലാ കലോത്സവം സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 10-15 ദിവസം മുന്നേ ഇതിൻ്റെ അൾട്രേഷൻ കൊടുക്കലും സ്റ്റിച്ച് ചെയ്യലും ഒക്കെ കഴിയും. പിന്നെ നമ്മൾ ഇതിൽ എവിടെ കണ്ട് കോപ്പി അടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ഈ ഐറ്റം കോഴിക്കോട് കളിച്ചപ്പോൾ ഈ ഒരു കളർ ഈ ഒരു കോസ്റ്റ്യൂം അല്ല, കാലിക്കറ്റ് വേറെ. അത് കണ്ടിട്ട് കോപ്പി അടിച്ചാന്ന് പറയാം. ഇത് അതുമില്ല, നമ്മളും അന്ന് തന്നെയാണ് ആദ്യമായിട്ട് ഈ കോസ്റ്റ്യൂമും കളറും കാണുന്നത്. നമ്മളും ഒരേ കളറായി. നമുക്ക് ഇങ്ങനെ പിന്നെ എന്തോ പോലെയായി. പിന്നെ അതിനെക്കുറിച്ച് സംസാരം കൂടി വന്നു കഴിഞ്ഞപ്പോൾ വല്ല എന്തോ പോലെയായി. എല്ലാം പോട്ടെ, നമ്മൾ സ്റ്റേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ അടുത്ത ഗ്രൂപ്പിലുള്ള കോസ്റ്റ്യൂമും എല്ലാ കാര്യങ്ങളും. അത് ഞാൻ ഇതിലല്ല, ഈ സൈഡിൽ കൂടെ സംസാരിച്ച് പോകുന്നതൊക്കെ ഞാൻ ജെനുവിനായിട്ട് ഓപ്പൺലി തുറന്നു പറഞ്ഞതാണ്. നമുക്കിത് കേൾക്കുമ്പോൾ വലിയ സുഖം തോന്നില്ലല്ലോ. കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സംസാരത്തിന്റെ, അത് നമ്മൾ പറയുന്നില്ല. അത് വേറെ ഒന്നല്ല, ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേഴ്സണലി ചില വ്യക്തികളിലേക്ക് പോകും. അത് പോണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പബ്ലിക് ആക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ ഈ ഓരോ സംസാരങ്ങൾ വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾ അത് എക്സാക്റ്റ് ഒരു സാധനമാണ് വരുന്നതെങ്കിൽ ഓക്കെ, കോപ്പി അടി, അത് പറയാം. അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഇത് അതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യലോ എന്തെങ്കിലും കയറി വരുമ്പോഴേക്കും അത് കോപ്പി അടിയെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോടാണ്. ഓക്കെ, അവരോടാണ് സംസാരിക്കുന്നത്. ഒരിക്കലും എന്താ പറയുക, വേഴാമ്പൽ ചെയ്ത് സാബു സാറാണ് അല്ലേ. സാബു സാർ ഇത് പറഞ്ഞത് ഞങ്ങൾ പറയുന്നില്ല. ഓക്കെ, എൻ്റെ മാഷും കൂടെയാണ് സാബു സാർ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറെ പറഞ്ഞു, നമ്മള് കോപ്പി അടിച്ചു, പിന്നെ കളിയാക്കണ കേസ്, കുട്ടികളെ കളിയാക്കണ കേസ്, പിന്നെ വേറെ സാരമില്ല, ശരിയാവും, അല്ലെങ്കിൽ പോട്ടെ കുട്ടികളല്ലേ വിട്ടുകളയാം എന്നുള്ള രീതിക്ക് നമ്മൾ വിട്ടു. ഇപ്രാവശ്യം ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കൂടിയപ്പോഴാണ് നമുക്കത് പ്രതികരിക്കേണ്ടി വന്നത്. നമ്മൾ പറഞ്ഞു അല്ല, ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട്, എന്ത് അത് അതിനെ പോലെയാണ്, ഇത് ഇതിനെ പോലെയാണെന്നൊക്കെ. അപ്പൊ നിങ്ങൾ തന്നെ വേണമെങ്കിൽ കമന്റ് ഇട്ടോ, ആരാണ് ആരെ പോലെയാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നമുക്കോ പറയാം. നമ്മൾ ഈ ചെവി കൂടെ കേൾക്കുന്നതാണ്, അല്ലാതെ ഇന്നൊരാൾ വ്യക്തി പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പം നേഹയാണെങ്കിലും ഇപ്പം രഘുലാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും വന്ന് സാർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും നമ്മളോട്. അപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുക. പിന്നെ പാരൻസ് പറഞ്ഞാലും പാരൻസിനായാലും വിഷമമുണ്ടാവും. സ്വന്തം മക്കളെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും കളിയാക്കുമ്പോഴും എങ്ങനെയായാലും പാരൻസിന് അത് വിഷമമുണ്ടാവും. അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യമൊക്കെ സാറിന് അവരെന്തെങ്കിലും പറയട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ട്, പിന്നത്തെ പ്രാവശ്യം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അവരിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമത്തിൽ വന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് സംസാരിക്കാതിരിക്കാതെ വേറെ ഒന്നും നിർത്തിയില്ല. അതുകൊണ്ടാണ് സംസാരിച്ച് പോയതാണ്. ഇതാണ് സംഭവം. അപ്പം നമ്മൾ കോപ്പി അടിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. നമ്മളത് എപ്പോഴൊക്കെയോ പ്ലാൻ ചെയ്തു. പക്ഷെ സബിൽ കോസ്റ്റ്യൂം മാറാൻ ഒരു കാര്യം ഉണ്ടായില്ലേ. നമ്മൾ ഇത് പൂതനയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു അടിപറ്റി പോലെ ആയിപ്പോയി. നമുക്ക് അതിന് നമ്മൾ ഡീറ്റെയിൽ ഒന്നും കൂടെ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ്യൂം മാറ്റി കൊണ്ടുവന്നത്. അല്ല, അതൊന്നും ഒരിക്കലും ഒരു
കോപ്പിയടി ഇനി കറുപ്പ് തുണി വന്നുകൊണ്ടാണോ നാട്ടുകാർ മൊത്തം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കല്ല. മൊത്തമൊന്നുമില്ല കേട്ടോ, അയ്യോ കുറേയൊന്നുമില്ല, കുറച്ച് മീൻ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നുള്ള മാത്രമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് നമ്മളിവിടെ ഇത്രയും ഓപ്പണാക്കി പറഞ്ഞത് എന്താ പറഞ്ഞേ, വെറുതെ ഇപ്പം ഞങ്ങളെ നല്ല നിങ്ങൾ ആരെപ്പറ്റി അങ്ങനെ പറയാതിരിക്കുക. എക്സാം സാധനമാണ് വരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു, മനസ്സിലായില്ല? അല്ലെങ്കിൽ ഒരു സാധനം വരുന്നെങ്കിൽ അത് അതുപോലെയാണ് ഇതുപോലെയാണെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുവന്നവർക്ക് വലിയ സുഖം തോന്നും. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞ് ഗ്രൂപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ വരെ പറഞ്ഞ് കേട്ട് പോയി, ഞങ്ങൾ കേട്ടതാണ്. അല്ല അപ്പൊ ഞാനതിന് മറുപടി അപ്പോഴേ കൊടുത്തു. പറഞ്ഞു പോയ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ ബാക്കിൽ കൂടെ പറഞ്ഞു പോയ കാര്യങ്ങൾ അപ്പൊ തന്നെ നമ്മൾ മറുപടി കൊടുത്തു. പക്ഷെ അതങ്ങനെ പറഞ്ഞു പോയപ്പോഴേ നമ്മളതിനെ നോട്ട് ചെയ്തു, സാരില്ല പോട്ടെ. അപ്പോഴും നമ്മള് കൂടുതലായിട്ട് റിയാക്ട് ചെയ്തില്ല, പോട്ടെ. പിന്നെ അല്ലല്ല വേറെ കാര്യം കൂടി, പിന്നെ ഒരു ഗ്രൂപ്പ് കളിക്കും അല്ലേ, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടല്ലോ. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടൊന്നും വരാൻ പറ്റുന്ന വരില്ല. എല്ലാവർക്കും അവർക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. എല്ലാ മാഷുമാരും അങ്ങനെ വരുത്തി വെക്കുന്നില്ല. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ലെവലുണ്ടാവും, നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നന്നായി ചെയ്യാൻ പറ്റും. അതിന് പല എക്സാമ്പിളുള്ള ഐറ്റങ്ങൾ യൂട്യൂബിലുണ്ട്. ഹൈസ്കൂൾ നന്നായി കളിക്കുമ്പോൾ ഹയർ സെക്കൻഡറി കളിക്കുന്നില്ല, അല്ല ഹയർ സെക്കൻഡറി സെക്ഷൻ ഗംഭീരമാകുമ്പോൾ ഹൈസ്കൂൾ കളിക്കാതാവുന്നു. കുട്ടികളുടെ വേവ് ലെങ്ത്താണ് അത്. അതൊരിക്കുന്നതിന് പഠിപ്പിക്കുന്ന ആളെ കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ച് ഒരു ടീം എന്തെങ്കിലും കാണിച്ചാൽ അതിനെ കോമാളിത്തരം കാണിച്ച് ഇപ്പറ വീഡിയോ എടുത്തിടുക എന്ന് പറയുന്നതും ചീപ്പല്ലേ? ആണോ? അല്ലേ? അതും അതിനും കളിയാക്കൽ എന്ന് പറയും. അതൊന്നും എന്തിനാ ഇതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്തിനാ ഇത്? ഇത് ഈ മത്സരത്തിന് ഇറങ്ങി അവരത് കാണിച്ചു, നിങ്ങളത് കാണിച്ചു, പോ. റിസൾട്ട് ഉണ്ടെങ്കിൽ റിസൾട്ട് എടുക്ക്. എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് കാണിച്ചു നമുക്കുണ്ടല്ലോ, നമ്മളതിന്റെ ആവശ്യമില്ല. എന്തിനാ? എല്ലാവരും ആൻസേഴ്സ് ആണ്, അതൊന്നും ഇങ്ങനെ കാണിക്കേണ്ട കാര്യങ്ങളല്ല. അങ്ങനെ കേട്ടു. എന്നിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി, പക്ഷെ കേട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ സാർ ഇങ്ങനെ ഒരു സാധനം വന്നു, നമ്മളായിട്ടത്തിനെ പോലെ അല്ലെങ്കിൽ വേറെ ആയിട്ടത്തിനെ പോലെ കാണിച്ച് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിൽ എന്ത് സുഖമാണ് കിട്ടുന്നത്? എന്ത് സുഖമാണ് ഇതിൽ കിട്ടുന്നത് അല്ലേ? എൻ്റെ മുട്ടായി പോയി. എന്ത് സുഖമാണ് ഇതിൽ കിട്ടുന്നത് എന്ന് ആലോചിച്ചു. അപ്പം ദയവ് ചെയ്തിട്ട് എപ്പോഴും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അതിനൊരു മാറ്റവും ഇല്ല. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ മറ്റുള്ള കുഞ്ഞുമാരെ മാന്താനും മറ്റുള്ള കുഞ്ഞുമാരെ നോയിപ്പിക്കാനും പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വരും. അത് ഇനി ഇവിടെയുള്ളൂ. അവരവരെ കുഞ്ഞുങ്ങളെ അവരവർ പ്രൊമോട്ട് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഭംഗിയാക്കി കൊണ്ടുപോട്ടെ. നമുക്കൊരു വിഷമവുമില്ല. എന്തിനാ ഈ മറ്റുള്ളവരുടെ മേത്തേക്ക് കയറി ചെറുക്കാൻ വരുന്നത്? പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് അല്ലേ, നമ്മൾ ഇത്രയും ഓപ്പണായി പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഇനി കമൻറ്റ് ബോക്സിലൊക്കെ കയറി അറിയാൻ പോകുന്നത്. അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം തൃശ്ശൂർ നമ്മളെ സ്കൂളിലൊരു ടീച്ചർ പോയിട്ട് ഒരു സാറോടൊരു കാര്യം സംസാരിച്ചു. റൈറ്റ്, അത് ആ ടീച്ചർ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ടീച്ചറെ തോന്നലാണ്, അല്ലാതെ ഈ പ്രമോദിൻ്റെ തോന്നലല്ല. മനസ്സിലായില്ല? പിന്നെ മാത്രം പിന്നെ നമ്മുടെ പാരൻസിൻ്റെയും കുട്ടികളുടെയും തോന്നലല്ല, ഒരാളുടെ വ്യൂ ആണ്. അത് ആൾ വന്ന് പറയുമ്പോഴേക്കും പ്രമോദിനെ അല്ല അതിലേക്ക് വലിച്ചയക്കേണ്ടത്, അല്ലെങ്കിൽ ആ ടീമിനെ അല്ല അതിലേക്ക് വലിച്ചയക്കേണ്ടത്. മനസ്സിലായല്ലോ? അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ആരാണെങ്കിലും ശരിയാ, അങ്ങനെ ഒരാൾ വന്ന് നമ്മളോട് റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഗം നമുക്ക് വിഷമമായിരിക്കാം. സത്യം ഇപ്പം എന്നോട് വന്നിട്ട് ഇപ്പം ഞാൻ പറയാം, എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ അല്ലെങ്കിൽ തേർഡ് കിട്ടിയ ഒരു സ്കൂളിലെ ടീച്ചർ വന്നിട്ട് എന്നോട് പറയാണ്, എൻ്റെ ഡയലോഗൊന്നും എനിക്ക് എക്സാക്ട് ഡയലോഗൊന്നും ഓർമ്മയില്ല, എന്താ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പറയാണ് കാണിച്ചതെല്ലാം ഗംഭീരം, റിസൾട്ട് മൊത്തം എടുത്തു എന്നോ ആ സമ്മാനം മൊത്തം എടുത്താൽ അടിപൊളി എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു. ഷെയ്ക്കാൻ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പോയി കഴിഞ്ഞു എന്ന് വിളിക്കട്ടെ. അങ്ങനെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തൊരു സ്കൂളിൽ നിന്നായിരിക്കും ആൾ വരുന്നത്. ചിലപ്പോൾ അത് ആരാ നോക്കുമായിരിക്കും, എന്നാ നോക്കുമായിരിക്കും. അത് കഴിഞ്ഞില്ലേ അവിടെ. കാരണം നമുക്കിവിടെ റിസൾട്ട് പ്രൂവ്ഡാണ്, നമുക്കിവിടെ കിട്ടി. എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട് എൻ്റെ കുട്ടികൾ കളിച്ചിട്ടാണ് കിട്ടിയെന്നുള്ളത്. പിന്നെ അതിൻ്റെ പുറകെ പോയി അതിൻ്റെ ആൾക്കാരെ വിളിച്ച് പിന്നെ അത് അങ്ങ് വേണ്ടാത്ത തരത്തിലേക്ക് ചിത്രീകരിക്കേണ്ട കാര്യങ്ങളുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അതുണ്ടെങ്കിൽ ആരാണോ വന്ന് പറയുന്നത്, ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് ആരാണോ വന്നത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ആളെ നിർത്തി അതിന് ക്ലാരിറ്റി ഞാൻ ചെയ്യും. അവിടെ തന്നെ എനിക്കതിനൊരു മടി, ആരാണെങ്കിലും ഞാൻ ചെയ്യും. എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞു എന്നുള്ളത് ഞാൻ അയാളോട് ചെയ്യും. അതാണ് അതിൻ്റെ ക്ലാരിറ്റി. അല്ലാതെ മറ്റുള്ളവരുടെ മേത്തേക്ക് കയറാൻ വരുന്നത് ശരി അല്ല. അതും എനിക്കിതിൽ പറയേണ്ട കാര്യം അല്ലേ. അതിപ്പം അതുണ്ട്. അത് അവരവർ തമ്മിലുള്ള കാര്യങ്ങൾ അവരവർ തീർക്കുക, മറ്റുള്ളവരതിലേക്ക് ഇൻ്റർഫെയർ ചെയ്യാതിരിക്കുക. ഇനി നമുക്കിതിൽ പറയാൻ പിന്നെ പറയാനുള്ളത് ഇപ്പോൾ ഈ കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും എല്ലാം കോപ്പി അടിക്കുന്നതല്ല പറഞ്ഞു. ഈ ഓർണമെൻറ്റ്സ് ഹെഡ് വരെ കോപ്പിയാണെന്ന് പറഞ്ഞത്. അത് എക്സാക്റ്റ് ആണെന്ന് പറഞ്ഞത്.
മറ്റൊരു ഐറ്റത്തിൻ്റെ അതെ, അനാർക്കലിയുടെ കറക്റ്റാണെന്ന് പറയുന്നത്. ഈ അനാർക്കലിയുടെ ഹെഡ് വരുന്നതിന് മുന്നേ, അതായത് സബ് ഇറങ്ങുന്നതിൻ്റെ ആ ഒരു ടൈം മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. സാറ് എവിടെയോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഏതോ ഒരു ഡിസൈൻ കണ്ടിട്ട് നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞു. ആ സാധനം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഓർണമെന്റ്സ് കാര്യങ്ങൾ നമ്മളാ ചെയ്യുന്നത്. അതെ, നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടണ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അത് ഉണ്ടാക്കി വന്നപ്പോൾ കറക്റ്റ് ഇതിന്റെ കോപ്പിയാണെന്ന് പറഞ്ഞിട്ടാ പിന്നെ. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്കതിന്റെ ഒരു സാമ്യവും തന്നില്ല. നമ്മളൊരു മാതിരി തല മൊത്തം ഫുൾ എന്തോ ആക്കിയൊരു ഫീൽ ആയിരുന്നു. പക്ഷെ അവരതിൽ വേറൊരു ടൈപ്പിൽ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് എന്ത് കണ്ടിട്ടാ അതിന് സെന്ററിൽ ഒരു തൂവൽ വന്നിട്ടുണ്ട്. നമ്മളുടെ അങ്ങനെ വന്നിട്ടുണ്ട്. അതിനായിരിക്കും അവർ പറയുന്നത്. തൂവല് മതി കൊണ്ടാണോ? എനിക്ക് തോന്നുന്നത് അതാവും. തൂവലാണ് എല്ലാത്തിനും പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം തൂവലായിരുന്നു. എന്തിനല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ ഇതൊക്കെ ഇപ്പൊ എന്താ ഇതിപ്പി മനസ്സിലൂടെ കഴിയും അല്ലേ? അത് വേണ്ടത് പറഞ്ഞാൽ ഞാനായിട്ട് കുത്തിക്കയറ്റിയത് പോലെ ഒരു പണിക്കുന്നോട്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണ് ആ കാരണക്കാരൻ. ഇവൻ അല്ല, അത് ഒരു വേണോടാ, അത് അലമ്പാവും. നമ്മള് പക്ഷിയല്ലല്ലോ എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു സൗന്ദര്യല്ലേ, എല്ലാ ഭംഗി ഇപ്പൊ മയിലിനെ കാണിക്കുന്നുണ്ട്, ഭംഗിയൊക്കെ വരുന്നല്ലേ, നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ അലങ്കാരം പണി വേണ്ടതല്ലേ. ഓൾറെഡി ആ സെറ്റ് റെഡിയാണ്. പിന്നെ അതിന്റെ മുകളിൽ എനിക്ക് കലാകൃതി കാണിക്കാറ് വെച്ചിട്ട് ഞാൻ അതിന്റെ മുകളിൽ ഒരു കൊടുത്തു. അതിനും റിസൾട്ട് വന്ന് ഞങ്ങൾ അനാർക്കലി ഭംഗിയായി ആ സാറ് നല്ല രീതിക്ക് കളിച്ച് വേറെ ലെവലിൽ നിൽക്കുന്നത്. എന്തിനാ വെറുതെ നമ്മളതിലേക്ക് വേണമെന്ന് അതിനെ ഇടുന്നത്? അത് അതിൻ്റെ ഒരു ലെവലിൽ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മളെ ലെവലിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. കമ്പാരിസൺ നോട്ട് ഗുഡ്. പിന്നെ അല്ല, നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം, ഇതൊരു പേഴ്സണൽ വ്യക്തികളിലേക്ക് എത്താൻ വേണ്ടി ചെയ്യുന്നതല്ല. നമുക്കുണ്ടായിരുന്ന വിഷമം, ഈ പുറത്ത് പറഞ്ഞു നടക്കുന്ന കാര്യം, അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖവും കിട്ടുന്നില്ല. മനസ്സിലായോ? കാരണം അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കള്ളത്തരം വെച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങളിങ്ങനെ വരേണ്ട കാര്യമില്ല. കാരണം നമുക്കൊരു ഹൈഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പം നല്ലതല്ലെങ്കിലും ചീത്തയാണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? അതൊരിക്കലും ഒരു കോപ്പി പേസ്റ്റിലേക്ക് ചിന്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മനസ്സിലായല്ലോ? പിന്നെ സ്റ്റെപ്സ് കോപ്പി അടി, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത, ഞാൻ ഓൾറെഡി അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇനി വരുന്ന കലോത്സവം അല്ല, എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ എങ്കിലും അത് എന്താക്കാതിരിക്കുക, ഇതുപോലെ പറഞ്ഞ് നടക്കാതിരിക്കുക. ഈ വീഡിയോൻ്റെ ബാക്കി നാളെ എടുക്കാൻ ഞങ്ങൾക്ക് നാളെ രാവിലെ ഇവിടെ പോകാനുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ മുതൽ അപ്പോൾ ഞങ്ങൾ ഈ 1 മണിക്ക് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ എന്നിട്ട് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ നാളത്തെ അപ്ഡേഷൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയിലൂടെ ഇടാം. ഉണ്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾ ചിന്തിക്കണം കേട്ടോ. സോറി, ബൈ 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 ബൈ.